വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർണാടകയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് മൈസൂരിലെ കൊട്ടാരം. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. യാത്രക്കിടയിൽ പലരും നിരവധി തവണ ഈ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ടാകാം. എന്നാൽ പലർക്കും കൊട്ടാരത്തെക്കുറിച്ച് അധികമൊന്നും അറിവുണ്ടാകത്തില്ല. ഏകദേശം 3 പ്രാവശ്യത്തിലധികം ഞാനും ഈ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട്. മൈസൂർ വഴിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ പാലസ് കാണാതെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ കഴിയത്തില്ലല്ലോ. മൈസൂർ ഭരിച്ചിരുന്ന വാർഡിയാർ രാജവംശത്തിൻ്റെ കാലത്താണ് മൈസൂർ കൊട്ടാരം നിർമ്മിച്ചിരിക്കപ്പെട്ടത്. അംബവിലാസ് കൊട്ടാരം എന്നാണ് പ്രാദേശികമായിട്ടുള്ള ഇതിൻ്റെ നാമം. ഒട്ടുമിക്ക ആളുകൾക്കും എനിക്ക് പോലും ഈ നാമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. 14-ാം നൂറ്റാണ്ടിൻ്റെ വാർഡിയാർ രാജവംശത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് പലതവണ ഇത് തകർക്കപ്പെടുകയും ഒരിക്കൽ വലിയ അഗ്നിക്ക് ഇരയാകുകയും ചെയ്തിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണിത്. ഇങ്ങനെയുള്ള തകർക്കപ്പെടലിന് ശേഷം 1897 നാം ഇന്ന് കാണുന്ന ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 1912 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ പ്രകാരമാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. വലിയ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട ഇത് 3 നില മന്ദിരമാണ്. ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിനാണ് എന്ന വാസ്തുവിദ്യ ശില്പിയാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈസൂർ കൊട്ടാരത്തിന് സമുച്ചയത്തിനകത്ത് ആകെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചതും. ഇവിടത്തെ പ്രധാന ക്ഷേത്രങ്ങൾ സോമേശ്വര ക്ഷേത്രവും ലക്ഷ്മിനാരായണ ക്ഷേത്രവും ശ്വേതവാരാഹ ക്ഷേത്രവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ട് കാണുന്ന ചില ക്ഷേത്രങ്ങൾ. മൈസൂരുവിലെ ആദ്യത്തെ കൊട്ടാരം അഗ്നിക്ക് ഇരയാക്കിയ കാര്യം പലർക്കും അറിയില്ല എന്നാണ് വാസ്തവം. വാർഡിയാർ രാജാക്കന്മാർ മൈസൂർ പിടിച്ചടക്കുമ്പോൾ കൊട്ടാരം മുഴുവനും തടി ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതായിരുന്നു. പിൽക്കാലത്ത് ഇത് പല തവണയായി പുതുക്കി പണിതായിട്ട് നാം അറിഞ്ഞിരുന്നു. എന്നാൽ കൊട്ടാരത്തിലെ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മ റാണിയുടെ വിവാഹ സമയത്ത് കൊട്ടാരം തീവച്ച് നശിപ്പിക്കപ്പെട്ടു. ഇതിനുശേഷമാണ് ഇർവിനെ കൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. വർഷം തോറും കൊട്ടാരം സന്ദർശിക്കാൻ വരുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 30 ലക്ഷത്തോളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരാളുടെ അടുത്ത് 120 രൂപ എന്ന നിരക്കിലാണ് ഇവിടുത്തെ പ്രവേശന ഫീസ് നൽകുന്നത്. എന്നാൽ വിദേശികൾക്ക് തികച്ചും റേറ്റ് കൂടുതൽ തന്നെയാണ്. സന്ദർശന സമയത്ത് കൊട്ടാരത്തിലത്തെ അകത്തേക്ക് പാദരക്ഷകൾ അനുവദിക്കുന്നതല്ല. പ്രവേശന കവാടത്തിന് തൊട്ടരികിൽ തന്നെ ഇതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ നാം പാദരക്ഷകൾ അവിടെ നൽകി സൂക്ഷിക്കുന്നതാണ്. തിരിച്ച് നാം കടന്നു വരുമ്പോൾ നമ്മുടെ പാദരക്ഷകൾ തിരിച്ചു വാങ്ങുകയും ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായി നാം 10 രൂപയോ 20 രൂപയോ അവിടെ കൊടുക്കുന്നതായിട്ട് വളരെ കൗതുകമായി കണ്ടിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മൈസൂർ കൊട്ടാരം. കൂടാതെ തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരുവിനെ അറിയപ്പെടുന്നത്. മൈസൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇത് തന്നെയാണ്. നാം ഇന്ന് കാണുന്ന ഈ കൊട്ടാരം 1897 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. എന്നാൽ 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും ഒരു വിശാലമായി പണിയുകയുണ്ടായി. അതാണ് ഇന്ന് കാണുന്ന ഈ പാലസ്. ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓരോ കാഴ്ചയും വളരെ കൗതുകകരമായാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലത്തെ സാങ്കേതിക വിദ്യയോ ടെക്നോളജിയോ ഇല്ലാത്ത ഒരു കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് കാണുമ്പോൾ തന്നെ വളരെ അതിശയകരമായി തോന്നി. ഇന്നാകട്ടെ ഇങ്ങനൊരു നിർമ്മിതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷമെടുക്കും? ഒരുപക്ഷെ 3-4 നമ്മുടെ തലമുറകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സമുച്ചയങ്ങളോ കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ അന്നത്തെ ടെക്നോളജി തികച്ചും വ്യത്യസ്തമാണല്ലോ. അന്നത്തെ മനുഷ്യരുടെ കരവിരുത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവയെല്ലാം മാർബിളിൽ തീർത്ത 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. കൂടാതെ തന്നെ കൊട്ടാരത്തിലെ ചിത്രമണികളാകട്ടെ രവിവർമ്മയുടേതും
ഒട്ടുമിക്ക ചിത്രകലയും ഇവിടെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേടുകൂടാതെ. ഞാൻ നോക്കിയപ്പോൾ പല ചിത്രങ്ങളും ഇന്ന് ഗ്ലാസ് ഫ്രെയിം ചെയ്ത് മനുഷ്യരുടെ സ്പർശമേൽക്കാത്ത രീതിയിൽ ഇന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. നിരവധി റൂമുകൾ ഇവിടെ അടഞ്ഞു കിടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെല്ലാം ഇന്നും രഹസ്യമായിട്ട് തന്നെ അവിടെ പൂട്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ പല കാഴ്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം ഈ മൈസൂർ കൊട്ടാരത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടാതെ ഇവിടുത്തെ കുക്കായിരുന്ന കാക്കസുര മടപ്പ ആണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസാകെ ഒന്ന് ചുറ്റി നടന്നു കണ്ടു. വളരെ വിശാലമായിരിക്കുന്ന ഒരു മൈതാനം തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരിക്കലെങ്കിലും നിങ്ങൾ മൈസൂർ വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ പാലസ് സന്ദർശിക്കണം. ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെ. ഇന്നത്തെ മനുഷ്യൻ തോറ്റുപോകും ഇവരുടെ ടെക്നോളജിയുടെ മുമ്പിൽ. അത്രത്തോളം വളരെ കൗതുകമായിട്ടുള്ള കാഴ്ചകളും കല്ലിനാൽ കൊത്തപ്പെട്ടിരിക്കുന്ന നിർമ്മിതികളും മാർബിളിനാൽ നിർമ്മിക്കപ്പെട്ട പല ശില്പികളും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും താങ്ക് യു.